ആശംസ നേർന്ന് ഗവർണർ. അല്പം നമുക്കൊന്ന് സങ്കടം വരും. ഓണവിപണിയെ പൊള്ളിച്ച് മുല്ലപ്പൂ വില കിലോയ്ക്ക് 750 നിന്ന് 6000 വില ഇനിയും ഉയർന്നേക്കുമെന്ന് വ്യാപാരികൾ. യെച്ചൂരിക്ക് വീട് നൽകാൻ രാജ്യം, അന്ത്യാഞ്ജലി അർപ്പിച്ച് നേതാക്കൾ. AKG ഭവനിൽ പൊതുദർശനം തുടരുന്നു. വിലാപയാത്രയ്ക്ക് ശേഷം വൈകിട്ട് എയിംസിന് കൈമാറും. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയെ കണ്ട് EP ജയരാജൻ. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. മാധ്യമങ്ങളോട് ഒന്നും പറയാൻ കഴിയില്ലെന്ന് EP. മാമി തിരോധാന കേസിൽ SP-യോടും കമ്മീഷണറോടും വിശദീകരണം തേടി DGP. വിലക്കിയിട്ടും റിപ്പോർട്ട് ADGPക്ക് കൈമാറിയതിൽ അതൃപ്തി. മാമിയുടെ ഭാര്യ റംലയുടെ മൊഴിയെടുത്ത് പോലീസ്. ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം. അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അമ്മയുടെ പ്രതികരണം വൈകിപ്പിച്ചത് നടൻ ജഗദീഷ് എന്ന് വെളിപ്പെടുത്തൽ. സംയുക്ത വാർത്താ സമ്മേളനത്തെ എതിർത്ത ജഗദീഷ് പിന്നീട് മാറ്റിപ്പറഞ്ഞെന്നും സംവിധായകൻ ജോസ് തോമസ്. ഫെഫ്ക ഭാരവാഹിയുടെ വെളിപ്പെടുത്തൽ ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ. ജമ്മുകശ്മീരിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ. 2 സൈനികർക്ക് വീരമൃത്യു. 3 ഭീകരരെ സൈന്യം വധിച്ചു. ജയിൽ മോചിതനായ ശേഷം കളം നിറയാൻ അരവിന്ദ് കെജ്രിവാൾ. പ്രവർത്തകരെ ഇന്ന് അഭിസംബോധന ചെയ്യും. വിശദമായി നോക്കാം. മലയാളികൾ ഉത്രാടപ്പാച്ചിലിൽ. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. തിരുവോണത്തിന് മുമ്പുള്ള അവസാനത്തെ പകൽ ഓണത്തിന് വേണ്ടതെല്ലാം സ്വരുക്കൂട്ടാനുള്ള പാച്ചിലിലാണ് മലയാളികൾ. പൂവിപണിയും വസ്ത്രവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം തിരക്കേറി കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്നും ചേരും. ഞാൻ ആദ്യം ആജ്ഞയിലേക്ക് പോവുകയാണ്. ആജ്ഞ, ഉച്ചയായി ഇരിക്കുന്നു. ഏകദേശം ഒരു തിരക്കിന്റെ ഒരു ഏറ്റവും മൂർത്തിമത് ഭാവത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അത്രത്തോളം ഇങ്ങനെ ഓരോ നിമിഷം കഴിയുന്തോറും ഇനി തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കൊച്ചി, തിരുവനന്തപുരം പോലുള്ള സിറ്റികളിൽ റോഡിലേക്കൊന്നും നമുക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ശരിക്കും അറിയാം. കാരണം ആരെ സൂചിപ്പിച്ചതുപോലെ ഇനി പകല് കുറച്ചേ ഉള്ളൂ. തിരുവോണത്തിന് മുൻപുള്ള പകല് കുറച്ചേ ഉള്ളൂ. അവസാനപ്പെട്ട ഒരുക്കത്തിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് പൂവിപണിയിലാണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനം നമ്മൾ അത്തം മുതൽ പൂക്കളം ഇട്ട് തുടങ്ങിയാണ്. പക്ഷേ തിരുവോണത്തിന് ദിവസം മാത്രം ഇടുന്ന ആളുകളുണ്ട്. അത് ചിലപ്പോൾ സമയക്കുറവ് കൊണ്ടായിരിക്കും. പണ്ടൊക്കെ നമ്മൾ തൊടികളിലൊക്കെ നടന്ന് പൂക്കളൊക്കെ ശേഖരിച്ച് ദിവസവും ഒരു അത്തത്തിന് ഒരു റൗണ്ട്, ചിത്രയ്ക്ക് 2 റൗണ്ട്, അങ്ങനെ 10 റൗണ്ടോളം പൂർത്തീകരിച്ചൊക്കെ ആയിരുന്നു അത്തപ്പൂക്കൾ ഇടുന്നത്. 10 കളർ പൂക്കൾ അല്ലെ 10 റൗണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അത്തപ്പൂക്കൾ ഇടുന്നത്. പക്ഷെ ഇപ്പോ അത് എല്ലാവരുടെയും തിരക്ക് അതിനനുസരിച്ചിട്ട് പൂക്കളത്തിന്റെ എണ്ണം കുറഞ്ഞു. അതല്ലെങ്കിൽ ദിവസം എല്ലാ ദിവസവും ഇടുന്നതിനുള്ള ഒരു പ്രായോഗികതയൊക്കെ കുറഞ്ഞതുകൊണ്ട് തിരുവോണത്തിന് മാത്രം പൂക്കളം ഇടുന്ന ആളുകളുണ്ട്. അപ്പൊ അതിനുള്ള ഒരു തിരക്കാണ്. നമ്മളിപ്പോ പൂവിപണിയിലാണ്. പൂക്കൾക്കൊക്കെ നല്ല വിലയുണ്ട്. അപ്പോ ഇത് ഇപ്പം വെള്ള ജമന്തിയാണ്. ഇതിപ്പോ പൊതുവേ എല്ലാവരും ഒരു പൂക്കളം ഇടുന്നതിന് എല്ലാവരും ആശ്രയിക്കുന്ന ഒരു നിറമാണ് വൈറ്റാണ്. വൈറ്റിന്റെ അതുപോലെ തന്നെ ജമന്തിയുടെ പല വെറൈറ്റികളുണ്ട്. 400 രൂപ ഒക്കെ വരെ റേറ്റ് പല വിപണികളിലായിട്ട് കയറിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചേട്ടനോട് ചേട്ടാ ജമന്തിക്ക് എത്ര രൂപ വിലയുണ്ട്? 200 കിലോ. ജമന്തിക്ക് 200 രൂപ. അല്ലാതെ 600 രൂപയാണ് ആര്യാദിന്റെ വില. ഈ മഞ്ഞ് 400. ഈ റോസ് 600. 600 രൂപ, 400 രൂപ. ഈ റോസിന് 600 രൂപ. ഇങ്ങനെ പല, അതായത് ഈ റെഡ് വേണം,
വൈറ്റ് വേണം. ഇതൊക്കെ 800 അതായത് ഈ പർപ്പിൾ കളർ അല്ലെങ്കിൽ നമ്മൾ ഈ വയലറ്റ് എന്നൊക്കെ പറയുന്ന ഈ നിറത്തിലുള്ളത് ഇത്. പക്ഷെ ഇത് മസ്റ്റ് ആണോ എന്നുള്ള കാര്യം നമ്മൾ തന്നെ തീരുമാനിക്കണം. കാരണം പൊതുവെ ഈ റെഡ്, വൈറ്റ്, യെല്ലോ, ഗ്രീൻ ആ ഒരു കാറ്റഗറിയിലാണ് പൂക്കളം പോകുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഒക്കെ കളത്തിലുണ്ടാകുമായിരിക്കും. വാടാമല്ലിയാണെന്ന് തോന്നുന്നു കൂടുതൽ ഈ പർപ്പിളിനെ നിറം നിലനിർത്താൻ ആശ്രയിക്കുന്നത്. വാടാമല്ലിയായിരുന്നു. ഓറഞ്ച് കളറിലുള്ള റോസ് ഉണ്ട്. പിന്നെ മാരിഗോൾഡിന്റെ വിവിധ വെറൈറ്റികൾ. നമ്മുടെ നാട്ടിലൊക്കെ അതിന് ബന്ദി എന്ന് പറയും, ചില നാട്ടിലൊക്കെ അതിന് ചെണ്ടുമല്ലി എന്ന് പറയും. എന്തായാലും ആ ഒരു വെറൈറ്റികളൊക്കെ ഉണ്ട്. ആൾക്കാര് പൂക്കളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ചേട്ടാ, പൂക്കളത്തിന് ഉള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും. പൂക്കളത്തിനുള്ള ഒരുക്കമാണ്. വീട്ടിലേക്കുള്ള ആവശ്യത്തിനല്ലേ? അതെ അതെ. പൂവിപണി എങ്ങനെ വില കൂടുതലാണോ അതോ? അതിപ്പോ സീസൺ ആയതുകൊണ്ട് കൂടുതലാണ്. എന്തായാലും അഫോർഡബിൾ റേറ്റ് ആണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്ത് പറയുന്നു? അതെ തന്നെ, കുഴപ്പമില്ല. റേറ്റ് കൂടുതലാണ് ആണെന്ന് വെച്ചാണ്, എന്നാലും കുഴപ്പമില്ല. ഞാനിപ്പോ 800 രൂപ 600 രൂപയൊക്കെയാണ് പൂവിന്. ജമന്തിക്കും 600 രൂപയാണ്. അപ്പൊ അതുകൊണ്ടാണ് വില ഇത്തിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് ഇടാതിരിക്കാൻ പറ്റൂല. ഓണമല്ലേ, ഇപ്പൊ കേരളീയർ ദേശീയോത്സവം, നമുക്കത് ഇടാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എത്ര കാശാണെങ്കിലും നമ്മളത് വാങ്ങിച്ചിടാനായിട്ട് നോക്കും. അതുകൊണ്ടാണ്. അതെ, നമ്മള് കാണാൻ വിറ്റ് ഓണം ഉണ്ണണമെന്ന് പറയുന്നതൊക്കെ ഇപ്പൊ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ ആര്യ? കാരണം 800 രൂപയൊക്കെ 1 കിലോ പൂവിനുള്ളപ്പോഴും ഇടണ്ടേ? അതൊരു ആഘോഷമല്ലേ, നമ്മുടെ സന്തോഷം അതല്ലേ? ഈ പണത്തേക്കാളൊക്കെ വലിയ കാര്യം ഇങ്ങനെ ചില കൂട്ടായ്മകളും ഇങ്ങനെ ചില ആഘോഷങ്ങളും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുന്ന, എന്ന് തീർച്ചയായും നേരത്തെ ആജ്ഞ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു വർഷത്തെ ഉള്ള ഒരു കാത്തിരിപ്പാണ്. നമ്മൾ നമ്മുടെ എല്ലാ സമ്പാദ്യവും ഒരുപക്ഷെ മാറ്റിവെക്കുന്നതും ഒക്കെ ഓണത്തിന് നല്ല രീതിയിൽ അടിച്ചു പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പല ആളുകളും. അതുകൊണ്ട് തന്നെ എത്ര വിലയാണെങ്കിലും മലയാളികൾ വാങ്ങും. പച്ചക്കറി ആണെങ്കിലും പൂവാണെങ്കിലും അതിനൊന്നും ഒരു കുറവും വരുത്തില്ല ആരും എന്നുള്ളതാണ്. എന്തായാലും പൂവിപണിയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ആജ്ഞയാണ് കൊച്ചിയിലെ വിശേഷങ്ങൾ നമുക്ക് കാട്ടിത്തന്നത്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ അമർന്നിരിക്കുകയാണ് തലസ്ഥാന നഗരി. സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറിക്ക് വില അധികം വർദ്ധിച്ചിട്ടില്ലെങ്കിലും പൂക്കളുടെ വില കേട്ടാൽ ആരും ഞെട്ടും. രാവിലെ 3000 രൂപ കിലോയ്ക്കുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഉച്ചയ്ക്കുള്ള വില 6000 രൂപയാണ്. വില ഇനിയും കൂടുമെന്നാണ് വ്യാപാരികളുടെ കണക്കുകൂട്ടൽ. തോവാളയിൽ നിന്നാണ് ചാലക്കമ്പോളത്തിലേക്ക് അടക്കം പൂക്കൾ ഇവിടെ എത്തുന്നത്. തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിലാണ്. സാധാരണയായി ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ തരത്തിൽ ഇവിടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. വാഹനങ്ങളുടെ നീണ്ട നിര. വലിയ ബുദ്ധിമുട്ടി മാത്രമേ ആളുകൾക്ക് വരെ ചാലക്കമ്പോളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നീങ്ങാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നത്. പൂക്കൾ വാങ്ങുന്നതിനും അതോടൊപ്പം നാളെ സദ്യവട്ടങ്ങൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട പച്ചക്കറികൾ, മറ്റ് സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്നതിനു വേണ്ടി വലിയ തരത്തിലുള്ള തിരക്ക് ചാലക്കമ്പോളത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം പൂവിപണിയൊക്കെ വളരെ സജീവമാണ്. ഇന്ന് പൂവിന്റെയൊക്കെ വില അത് വലിയ തരത്തിൽ വൈകുന്നേരമാകുമ്പോൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം പൂക്കൾ കിട്ടാൻ കുറവുള്ള ഒരു പശ്ചാത്തലമുണ്ടെന്നാണ് വ്യാപാരികളൊക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി ആ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ കച്ചവടം ഇനി പൊടിപൊടിക്കുന്നതെന്നാണ് നമുക്ക് അറിയാനുള്ളത്. വലിയ തരത്തിൽ, അതായത് പൂ വാങ്ങാനും അതോടൊപ്പം പച്ചക്കറി വാങ്ങാനുമാണ് ഏറ്റവും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ മുല്ലപ്പൂവിനാണ്, അതായത് 3000 രൂപയ്ക്ക് മുകളിലാണ് മുല്ലപ്പൂവിന്റെ ഇന്നത്തെ വില. കഴിഞ്ഞ ദിവസം 709 രൂപ മാത്രമുണ്ടായിരുന്ന മുല്ലപ്പൂവിന് പെട്ടെന്നത് 2400 എത്തുന്നു. അതിന് തൊട്ടു പിന്നാലെ 3000 രൂപ, ഒരു മുഴം മുല്ലപ്പൂവിന് 200 രൂപയാകുന്ന കാഴ്ച അതായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് ചാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഉച്ചയാകുമ്പോൾ അതിന്റെ വില വീണ്ടും വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. സ്വാഭാവികമായും അത്തപ്പൂ ഒരുക്കുക എന്ന് പറയുന്നത് തിരുവോണനാളിനെ സംബന്ധിച്ച മലയാളികളുടെ ഒരു ഗ്രഹാതിരത്വത്തിന്റെ ഓർമ്മ കൂടിയാണ്. സ്വാഭാവികമായി എത്ര അധികം വില വർദ്ധിച്ചാലും ചെറിയൊരു അത്തപ്പൂവെങ്കിലും മുറ്റത്തുണ്ടായില്ല എങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയാണ് മലയാളികൾക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം. ചേട്ടാ, പൂവിന് എങ്ങനെയുണ്ട് വില? പൂവിന് എങ്ങനെയുണ്ട്? മുല്ലപ്പൂവിന് എത്രയായി? മുല്ലപ്പൂ ഒരു മുഴം 200 രൂപ വില, 6000 രൂപ 1 കിലോ വില. എത്ര? 6000 രൂപ. 6000 രൂപ ഇന്നത്തെ വില 6000 രൂപ. 6000 രൂപ. ഇവന്റെ ചോദിച്ചായി. ബാക്കി ഏതൊക്കെയാ? അരളി 600 രൂപ വിലയുണ്ട് കിലോയ്ക്ക്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വില 600. മറ്റേ ഇത് വെള്ളയാണ്. വെള്ളയടി 700 രൂപ വിലയുണ്ട്. 700 രൂപ. പിന്നെ റോസ്റ്റ് 300 രൂപ വിലയുണ്ട്. റോസ്റ്റ് 300.
മഞ്ഞ ജമന്തി 500 വിലയുണ്ട് കിലോ. മറ്റേ വെള്ള ജമന്തി 500 വിലയുണ്ട്. അപ്പൊ ഏറ്റവും കുറവ് ഏതിനാ? ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ച് മഞ്ഞയ്ക്ക് മാത്രമേ വില കുറവുള്ളൂ. പിന്നെ വാടാമുല്ലയ്ക്ക് 200 വിലയുണ്ട്. അത്രേ ഉള്ളൂ. അതെ, ഞങ്ങൾ രാവിലെ ചോദിക്കുമ്പം ഈ മുല്ലപ്പൂവിന് 3000 ആയിരുന്നല്ലോ പറയുന്നത്. വില മാറിക്കൊണ്ടിരിക്കുക. കാരണം തോവൾ അവിടെ നിന്ന് പറഞ്ഞ വിലകളാണ്, നമ്മളിരുന്ന വിലയല്ല. അല്ല, നമുക്കെല്ലാം ഹോൾസെയിലാണ്. ഈ 6000 രൂപ ഇത് അടുത്തിടയിൽ ആദ്യമായിട്ട് എങ്ങനെയല്ലേ? അതെ, ഓണം ആകുമ്പോഴത്തേക്കോ തിരുവോണ സമയത്ത് ഉത്തരവാദിത്തം വില കൂടുന്നത്. അല്ല, ഇത്രയും വില കൂടിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ്. ഓക്കെ, അതാണ്. അതായത് മുല്ലപ്പൂവിന് 1 കിലോ മുല്ലപ്പൂവിന് ചാലക്കമ്പോളത്തിന് വില 6000 രൂപ എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം ഒരു മുഴത്തിന് രാവിലെ മുതൽ 200 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വില ഒരുപക്ഷെ രാത്രിയാകുമ്പോൾ വൈകുന്നേരത്തോടെ വീണ്ടും കൂടാനാണ് സാധ്യതയെന്നാണ് പറയുന്നത്. തോവാളയിൽ നിന്നാണ് ഇവിടേക്ക് പൂക്കൾ കൂടുതലായി എത്തിക്കുന്നത്. കച്ചവടം എങ്ങനെയുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്? കുറവാണ്. മഴയാണോ കാരണം? മഴയല്ല, വയനാട്ടിലത്തെ പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് വലിയ ആഘോഷങ്ങൾ കുറവാണ് ഇപ്പൊ എല്ലാവരുള്ളത്. അതെ. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്താണ്? വൈകുന്നേരമാണോ കച്ചവടം കൂടുതൽ? നമുക്ക് പൊതുവെ കച്ചവടം തുടങ്ങി കഴിഞ്ഞു. നമ്മൾ 24 hours കട നടക്കുന്നത്. നമുക്ക് കച്ചവടം തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ നാളെ രാവിലെ വരെ ത്രൂ ഔട്ട് ഉണ്ട്. നമുക്ക് 24 hours നമുക്ക് കട ഉള്ളത്. നമുക്ക് അറിയില്ല, രാവിലെ എല്ലാം ഫുൾ ടൈം ഉണ്ട്. ആണല്ലേ? മറ്റേ ചാലയിൽ സാറിന് ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ വലിയ തിരക്ക് വരുന്നത്. ഇന്നിപ്പോ രാവിലെ ഇവിടെ രാവിലെ നമ്മളെ കച്ചവടം തിരക്കുള്ളൂ. നല്ല തിരക്ക്. നല്ല തിരക്കാ. ഓക്കെ, അപ്പൊ എല്ലാ ഓണാശംസകളും കേട്ടോ. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് കാഴ്ചകൾ. രാവിലെ പൂ മേടിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഉച്ചയാകുമ്പോൾ അതിന്റെയൊക്കെ വില രാവിലെ ചോദിച്ച അതേ സാധനങ്ങളുടെ വില ഇരട്ടിയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. 3000 രൂപ പറഞ്ഞ മുല്ലപ്പൂവിന് രാവിലെ ഞാൻ 8 മണിക്കാണ് ചാലയിൽ ആദ്യം എത്തുന്നത്. അപ്പോൾ 3000 രൂപ പറഞ്ഞ മുല്ലപ്പൂവിന് ഇപ്പോൾ കൊടുക്കേണ്ടി വരിക 1 കിലോയ്ക്ക് 6000 രൂപയാണ്. അതാണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഇനി ആലപ്പുഴയിലേക്കാണ് നമ്മൾ പോകുന്നത്. വസ്ത്രവിപണിയിലും വലിയ തിരക്കാണ് ഇന്നലെ വൈകിട്ട് മുതൽ അനുഭവപ്പെടുന്നത്. പലപ്പോഴും തിരക്ക് നിയന്ത്രിക്കാനാകുന്നില്ലെന്ന് വ്യാപാരികൾ തന്നെ പറയുന്നു. ഇത്തവണ ഓണത്തിന് തൊട്ടു മുൻപാണ് വിദ്യാലയങ്ങൾ അടച്ചത് എന്നതും തിരക്ക് വർദ്ധിക്കാൻ കാരണമായി. നമ്മൾ കുറച്ചു നേരത്തെ പച്ചക്കറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കണ്ടു. വസ്ത്രവിപണിയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട് കച്ചവടം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ആലപ്പുഴ മുല്ലയ്ക്കൽ ടൗണിന് നടുക്കുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓണാശംസകൾ. എങ്ങനെയുണ്ട് പൊതുവെ ഓണം? പൊതുവെ ഇപ്പൊ 2 ദിവസമായിട്ട് കച്ചവടമുണ്ട്. നമ്മുടെ വയനാട് ദുരന്തത്തിന് ശേഷം മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആയിരുന്നു. ഇപ്പം ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് സ്കൂളിന്റെ അവധി. ഈ ഇന്നലെ മുതലാണ് സ്കൂൾ അവധിയായത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരു ഷോപ്പിങ്ങിന് വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. ഇന്നലെ മുതലാണോ തിരക്ക് കൂടി തുടങ്ങിയത്? ഇന്നലെ മുതലാണ് തിരക്ക് തുടങ്ങിയത്. 2 ദിവസം മുമ്പ് വരെ കാര്യമായ ചലനമൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 2 ദിവസം കൊണ്ട് വസ്ത്രവിപണിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് അല്ലേ, വലിയ രാവിലെ തൊട്ട് പാക്ക് ചെയ്ത് നിൽക്കണം. അതെ അതെ. എന്താ അവസ്ഥ എങ്ങനെയാ? കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. മാനേജ് ചെയ്യാൻ പ്രശ്നം വരുന്നല്ലേ? മാനേജ് ചെയ്യാൻ അവസാന നിമിഷം ഉണ്ടാകുന്ന ആ ഒരു റഷ് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. അതായത് സ്കൂൾ കുട്ടികളുമായി ആണ് എല്ലാവരും ഇപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെയാണ് പർച്ചേസിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഷോപ്പുകളിലേക്കൊക്കെ എത്തുമ്പോൾ ലാസ്റ്റ് മൊമെന്റിലേക്കാണ് അല്ലേ? അതെ അതെ അതെ, തീരാറായി. എല്ലാം കയ്യിലൊക്കെ എല്ലാം തീരും. അതിന്റെ ഒരു സന്തോഷം. എല്ലാം തീർന്നു, കയ്യിരുന്ന കാശല്ലേ? ഉടുപ്പൊക്കെ വാങ്ങി തന്നു അച്ഛൻ? വാങ്ങി തന്നു. എപ്പോഴും ഉടുപ്പ് വാങ്ങിയേ? ഇപ്പൊ വാങ്ങിയതേ ഉള്ളു അല്ലെ? ഇത് കുട്ടികളുമായിട്ട് ഇറങ്ങാനാണോ നിങ്ങൾ അവസാനം വരെ? ഇന്നലെയൊക്കെ നല്ല റഷായിരുന്നു, റോഡ് തന്നെ ബ്ലോക്ക് ആയിരുന്നു. ഇന്ന് രാവിലെ ആയാൽ കുഴപ്പമില്ല, ഇച്ചിരി അങ്ങനെ കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ആണ് പലരും രാവിലെ വസ്ത്രവിപണിയിൽ നല്ല തിരക്കുണ്ടെന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഇത്രയും വില കൊടുത്ത് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അത് കൃത്യമായി കൊടുക്കാനായിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് തിരക്കാണ്. എങ്ങനെയുണ്ട് മടക്കി രാവിലെ? ഞങ്ങൾ ഇന്നലെ ഇവിടുന്ന് പോയത് ക്ലീൻ ചെയ്ത് 3 മണിയായപ്പോഴാണ് ഞങ്ങൾ പോയത്. 2 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. ഒരു 3 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. രാവിലെ വീണ്ടും 9 മണിക്ക് വന്ന് കയറുന്നു. എന്നുവെച്ചാൽ നമുക്ക് സ്കൂളിന്റെ ഒരു എക്സാം ഒരു മാസം ഓണത്തിന് പറ്റിയായി. അതാണ് മെയിൻ സംഭവം. കാരണം ഫാമിലീസൊക്കെ ഇറങ്ങാൻ പിള്ളേർക്ക് പറ്റുന്നില്ല, എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ പെട്ടെന്ന് കയറുന്നപ്പോൾ നമുക്ക് തന്നെ തിരക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. അവർ കിട്ടുന്നത് കൊണ്ട് അവർ പോകുവാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം സാധാരണ ഓണം എന്ന് പറയുമ്പോൾ 1 മാസം മുമ്പേ ആൾക്കാർ പർച്ചേസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ അവസാനം വലിയ തിരക്ക് അനുഭവപ്പെടുത്തില്ല, എന്നാൽ കച്ചവടം എല്ലാവരും കിട്ടുകയും ചെയ്യും. ഇത് പക്ഷെ അവസാനം 2-3 ദിവസം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ്. ചേച്ചി എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണം? ഓണമൊക്കെ അടിപൊളിയല്ലേ. 2 വർഷം ഓണമൊക്കെ ആഘോഷിക്കാതിരുന്ന് കഴിഞ്ഞ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. ഇത്തവണ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. അതെ ഈ എല്ലാവരും പറയുന്നത്, ഇവരിപ്പോ ഷോപ്പിൽ തന്നെ ആൾക്കാർ പറയുന്നത് അവസാന മൊമെന്റിലേക്ക് എല്ലാവരും വെച്ചിട്ട് വന്നിട്ട് ഇപ്പൊ അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കടകൾക്കെന്ന്. അതെ. ഇപ്പം ഇന്ന് ഈ
പൂക്കളുടെ കത്തപ്പൂക്കള മത്സരമൊക്കെ ഉണ്ട്. ഇത് ഉത്തറാടത്തിന്റെ ഞങ്ങളുടെ അസോസിയേഷനിലൊക്കെ കത്തുണ്ട്. പൂക്കളൊക്കെ ഇട്ടേച്ചാണ് ഞാൻ വന്നത്. അടിപൊളിയായിട്ട് മൊത്തത്തിൽ സന്തോഷകരമായ സാഹചര്യം ഉണ്ട്. അതെ അതെ, ഞാനൊരു പഞ്ചായത്ത് മെമ്പറും കൂടെ. ഓ, ഏത് പഞ്ചായത്തിന്റെയാണ്? അമ്പലപ്പുഴത്തേക്ക്. പേരെന്താ? ജയലളിത. എല്ലാവിധ ആശംസകളും, ഓണാശംസകൾ. നമുക്കൊന്ന് ബാക്കിയുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിക്കാം. രക്ഷകർത്താക്കളും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മോളെ കിട്ടിയോ? ഓണക്കോടി കിട്ടിയോ? ഓണക്കോടി കിട്ടിയോ? എടുക്കുക. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ഓ, ക്ലാസ് ക്ലോസ് ചെയ്തിട്ട് വരാനിരുന്നതാണ്? സ്കൂൾ അടച്ചിട്ട് വരായിരുന്നാ? എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും? പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഓണാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളില്? കൊള്ളായിരുന്നു. അതാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് പൊതുവെ? നിങ്ങളിത് ഭയങ്കര തിരക്കാണ്. നല്ല തിരക്കാണ്. ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ ഓണാഘോഷമൊക്കെ നടന്നോ? ഓണാഘോഷം ഇതുവരെ നടന്നിട്ടില്ല. നാളെ ചിലപ്പോൾ നടക്കും. നാളെ നടക്കും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നോക്കുവാണെങ്കിൽ, ഇപ്പൊ തിരക്കാൻ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും നിക്കാൻ പറ്റും. വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റഷായിരുന്നു. ഞങ്ങളിപ്പോ രാവിലെ വരും. രാവിലെ 8 മണിക്ക് വന്നിട്ടാണ് ഇവിടെ എല്ലാം ക്ലിയർ ഒക്കെ ചെയ്തത്. എന്നിട്ടും ശരിയായില്ല, ഒതുങ്ങിയില്ല. ഇന്നലെ എപ്പോ തിരിച്ചുപോയി? ഇന്നലെ നമ്മൾ എത്ര മണിയാവും? 11 മണിയല്ലേ? അത് ഈ ലാസ്റ്റ് ദിവസങ്ങളായിട്ടാണോ ഇത്രയും തിരക്ക്? 2-3 ദിവസമായിട്ട് നല്ല തിരക്കാണ്. അതിന് മുമ്പ് പൊതുവെ എങ്ങനെയായിരുന്നു? അതിക്ക് മുമ്പ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ 8-9 മണിയൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പം 11:30. കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഡ്രസ്സാണ് ഇവിടെ? ലേഡീസിന്റെ കുർത്തീസ്, ലേഡീസിന്റെ എത്നിക് കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്നത്. സ്റ്റോക്കെല്ലാം ക്ലിയർ ആവുന്നുണ്ടോ? തീരുന്നുണ്ടോ? സ്റ്റോക്കുകളൊക്കെ ക്ലിയർ ആവുന്നു. നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തോണ്ടിരിക്കും ഇതെല്ലാം. വസ്ത്രവിപണി ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ചിരിക്കുന്നത് ഈ 2 ദിവസം. എങ്ങനെയുണ്ട് ചേച്ചി ഓണം? കുഴപ്പമില്ല, മഴയില്ലാത്തതുകൊണ്ട് നല്ലൊരു കുറച്ച് 2-3 ദിവസം മുമ്പ് ഒരു മൂടിയ അന്തരീക്ഷം ഒന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലേ? ഇപ്പൊ എല്ലാവരും ഹാപ്പിയാ. അതാണ് അവര് പറയുന്നത്. എന്തായാലും മൊത്തത്തില് ഈ വസ്ത്രവിപണിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെയും സ്കൂള് തന്നെ പ്രധാന ഘടകം. കുട്ടികളെ കൊണ്ടൊക്കെ ഇറങ്ങാനായിട്ട് വന്ന് തുടങ്ങിയ സമയത്ത് ആണ് ഇപ്പോ കച്ചവടം വലിയ തോതിൽ കൂടിയത് എന്ന് പറയുന്നുണ്ട്. ചേച്ചി ഇത്തവണ യെസ്, വസ്ത്രവിപണിയും പൂവിപണിയും പച്ചക്കറി വിപണിയും എല്ലാം വളരെ വിപുലമായി സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. ഇത്തരത്തിൽ വലിയ തിരക്കാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. നാളത്തെ ആ ഒരു പൊന്നോണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ എല്ലാവരും ഉള്ളത്. എന്തായാലും ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓണത്തിന്റെ മഹിമ ആഘോഷത്തിന്റെ പകിട്ടിലല്ല, അത് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിലാണെന്നും ഗവർണർ പറഞ്ഞു. സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പ്രിയ സഖാക്കൾ. AKG ഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സോണിയാഗാന്ധി, ശരത് പവാർ അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രിയ സുഹൃത്തിനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു. വൈകിട്ട് മൃതദേഹം എയിംസ് ആശുപത്രിക്ക് വിട്ടു നൽകും. VR കാർത്തിക് കൂടുതൽ വിവരങ്ങൾ നൽകും. VR കാർത്തിക്, വിപ്ലവ സൂര്യന് വിട ചൊല്ലുകയാണ് രാജ്യം. അവിടെ നിന്നുള്ള മറ്റ് വിവരങ്ങൾ, വിശദാംശങ്ങൾ.
ആര്യ, പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ആയിരക്കണക്കിന് പ്രവർത്തകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വലിയൊരു സൗഹൃദ വലയവും. രാവിലെ 10:15 കൂടിയാണ് പാർട്ടി ആസ്ഥാനമായ AKG ഭവനിൽ സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എത്തിച്ചത്. അവിടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് ഈ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, MA ബേബി അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ ചെങ്കൊടി പുതപ്പിച്ചു. തുടർന്നായിരുന്നു പൊതുദർശനം. 11 മണിയോടുകൂടി സാധാരണ പ്രവർത്തകർക്കടക്കം അദ്ദേഹത്തെ കാണാൻ ഉള്ള അവസരം AKG ഭവനിന് മുന്നിൽ തയ്യാറാക്കിയ പ്രത്യേക അങ്കണത്തിൽ ഒരുക്കിയിരുന്നു. 2 മണിക്കൂർ കൂടി ഇത്തരത്തിൽ പൊതുദർശനം ഉണ്ടാകും. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം എത്തുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ പറയേണ്ടത് ഹരിയാന, UP, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സാധാരണ കർഷകരടക്കം പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുകയും അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ റെഡ് സല്യൂട്ട്, ലാൽ സലാം വിളികൾ നിരന്തരം ആ AKG ഭവൻ അങ്കണത്തിൽ മുഴങ്ങുന്ന ഒരു കാഴ്ചയുമാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും 2 മണിക്കൂർ കൂടി AKG ഭവനിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 14 അശോക റോഡ് വരെ വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനുമാണ് ഇപ്പോഴത്തെ തീരുമാനം. 14 അശോക റോഡുമായി സീതാറാം യെച്ചൂരിക്ക് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. 1984 അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിതാവായി എത്തുന്നത് മുതൽ അദ്ദേഹം 14 അശോക റോഡിലെ കെട്ടിടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. തുടർന്ന് 89-ൽ CPM-ന്റെ കേന്ദ്ര സെക്രട്ടേറിയറ്റിൽ അംഗമായത് മുതൽ അദ്ദേഹം സദാസമയം ആ ഓഫീസിൽ ആയിരുന്നു സീതാറാം യെച്ചൂരി ചെലവഴിച്ചിരുന്നത്. അതായത് നിലവിൽ ഇപ്പോൾ ഈ പാർട്ടി ആസ്ഥാനമായ AKG ഭവൻ അന്ന് ഉണ്ടായിരുന്നില്ല. 92-ന് ശേഷമാണ് ഈ AKG ഭവൻ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന് വളരെ വൈകാരികമായ അടുപ്പമുള്ള 14 അശോക റോഡിൽ 3 മണിയോടുകൂടി ഒരു വിലാപയാത്രയായി നടന്നുകൊണ്ട് തന്നെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കളും നടന്നുകൊണ്ട് അശോക റോഡ് വരെ പോവുകയും തുടർന്ന് ആംബുലൻസിൽ എയിംസിലെത്തിച്ച് മൃതദേഹം എയിംസിന് കൈമാറുകയും ചെയ്യും എന്നാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാൻ സംസ്ഥാനത്ത് നിന്നും രാജ്യത്ത് നിന്നും മാത്രമല്ല റഷ്യയിൽ നിന്നും കൊറിയയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും അടക്കമുള്ള പ്രതിനിധികൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിർത്തികൾക്കപ്പുറത്തേക്ക് എത്രത്തോളം സീതാറാം യെച്ചൂരിയുടെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ സ്വാധീനിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ സൗഹൃദ വലയം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന കാഴ്ചകളാണ് ദില്ലി AKG എന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും പ്രിയ സഖാവിന്, പ്രിയ സഹപ്രവർത്തകന്, പ്രിയപ്പെട്ട സുഹൃത്തിന് അവസാന യാത്രയയപ്പ് നൽകുകയാണ് ഡൽഹിയിലെ സൗഹൃദ വലയം. ആര്യ, തീർച്ചയായും VR കാർത്തിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റ് റിപ്പോർട്ടുകൾ കൂടി നോക്കാം. മാമി തിരോധാന കേസിൽ DGPക്ക് അതൃപ്തി. DGP വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP വഴി അയച്ചു. SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശം അവഗണിച്ചത്. ഇരുവരോടും വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകി. വ്യവസായിയായിരുന്ന മാമിയുടെ തിരോധാന കേസിലാണ് DGPയുടെ നിർണായക ഇടപെടൽ. നേരത്തെ തന്നെ DGP കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ പുരോഗതി റിപ്പോർട്ടുകൾ അത് ADGP വഴി അയക്കരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. SP ശശിധരനും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. DIG വഴിയോ IG വഴിയോ റിപ്പോർട്ടുകൾ പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കണം എന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ ഈ നിർദ്ദേശം മറികടന്നുകൊണ്ട് 2 ഉദ്യോഗസ്ഥരും ADGPയുടെ കൈകളിലേക്ക് റിപ്പോർട്ടുകൾ അയച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നത്. PV അൻവർ മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറിന് ബന്ധമുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. കള്ളക്കടത്ത് സംഘങ്ങളും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായൊക്കെയും ADGPക്ക് ബന്ധമുണ്ട്, കൊലപാതകം നടത്തിയിട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിച്ചിരുന്നു. മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് MR അജിത്കുമാറിന്റെ പേര് ആദ്യം മുതൽ തന്നെ PV അൻവർ പറയുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ PV അൻവർ DGPക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് DGP താൻ നേരത്തെ നൽകിയ നിർദ്ദേശം അത് എന്തുകൊണ്ട് മറികടന്നു എന്ന കാര്യത്തിൽ വിശദീകരണം തേടാൻ തീരുമാനിച്ചത്. വിവാദമുണ്ടായപ്പോഴാണ് ഇത്തരമൊരു നടപടിയെങ്കിലും DGPയുടെ ഒരു ശ്രദ്ധ അത് നേരത്തെ തന്നെ ഈ കേസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ മാമിയുടെ കുടുംബം തിരോധാനവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത്കുമാറിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരുപക്ഷെ പല സംശയങ്ങൾ തോന്നിയതുകൊണ്ടാകണം ADGPയുടെ കൈകളിലേക്ക് റിപ്പോർട്ടുകൾ പോകരുത് എന്ന കാര്യം വളരെ മുൻപ് തന്നെ DGP നിർദ്ദേശിച്ചത്. പക്ഷേ അത് ലംഘിക്കപ്പെട്ടു. ഇപ്പോൾ കൂടുതൽ വിവാദങ്ങൾ ഉയരുമ്പോൾ ഈ പരാതി വീണ്ടും ശക്തമായി ഉയർന്നു വരുമ്പോൾ താൻ നേരത്തെ നൽകിയ നിർദ്ദേശം എന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടു എന്ന കാര്യം DGP പരിശോധിക്കുകയാണ്. VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്.
മാമിയുടെ രണ്ടാം ഭാര്യ റംലയുടെ മൊഴിയാണ് അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയത്. റംലയുടെ ഫ്ളാറ്റിലെത്തിയായിരുന്നു മൊഴിയെടുപ്പ്. കാണാതാവുന്നതിന് ഏതാനും ദിവസം മുമ്പ് മാമി ദുബായിൽ പോയിരുന്നു. ഇതിനുശേഷം ചില അസ്വസ്ഥതകൾ പ്രകടമാക്കിയിരുന്നതായി റംല വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയെ കണ്ട് EP ജയരാജൻ. ഡൽഹി കേരള ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കഴിയില്ലെന്ന് EP പ്രതികരിച്ചു. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ LDF കൺവീനർ സ്ഥാനം നഷ്ടമായ EP ജയരാജൻ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് LDF കൺവീനർ സ്ഥാനം നഷ്ടമായതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുന്നത്. സീതാറാം യെച്ചൂരിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തിയ നേതാക്കളാണ് കേരള ഹൌസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും EP ജയരാജനും തമ്മിൽ രഹസ്യമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് ഈ സ്ഥാനം നഷ്ടമാകാൻ ഇടയായ സാഹചര്യം, അതിന് പിന്നീടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ചർച്ചയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതേസമയം ഇരു നേതാക്കളും പരസ്യ പ്രതികരണങ്ങൾക്കൊന്നും അതിനുശേഷം തയ്യാറായിട്ടില്ല. EP ജയരാജനാകട്ടെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കാനാവില്ല എന്ന നിലപാടാണ് അതിനുശേഷം ആവർത്തിച്ചത്. സ്വാഭാവികമായി ഇത്രയധികം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവാദത്തിൽ EP ജയരാജൻ ഉൾപ്പെട്ടതിന് ശേഷം വലിയ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു. സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലം കൈയായി അറിയപ്പെട്ടിരുന്ന EP ജയരാജന് LDF കൺവീനർ സ്ഥാനം നഷ്ടമാകുമ്പോൾ സംരക്ഷണമൊരുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞിരുന്നില്ല. സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കും EP ജയരാജനും ഇടയിലുള്ള വ്യക്തിബന്ധത്തിൽ, ആത്മബന്ധത്തിൽ ഇടിവ് തട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വിടവ് വന്നിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ വരെ അതിന്റെ പേരിൽ രാഷ്ട്രീയ ലോകത്ത് പരക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്ന് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഡൽഹിയിലെ കേരള ഹൌസിൽ വെച്ച് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായി വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും ചർച്ചയായില്ല എന്ന് പൊതുവിൽ നേതാക്കൾ പറയുമ്പോഴും സ്വാഭാവികമായി LDF കൺവീനർ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടമായതിനു ശേഷമുള്ള മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് EP ജയരാജൻ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. K-ഫോണിലെ ഹൈക്കോടതി വിധിയുടെ പൂർണ്ണരൂപം പരിശോധിച്ച ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2017 സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ 18 മാസം കൊണ്ട് 20 ലക്ഷം പേർക്ക് കണക്ഷൻ നൽകുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും 5000 പേർക്ക് പോലും കണക്ഷൻ നൽകാൻ ഇല്ല എന്നതാണ് വസ്തുതയെന്നും VD സതീശൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തൽ. ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വാർത്താ സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷാണ് എന്ന് ജോസ് തോമസ് പറഞ്ഞു. മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു. ഫെഫ്കയും അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്താനായിരുന്നു ആലോചിച്ചത്. എന്നാൽ ജഗദീഷിന്റെ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം മാറ്റിയത് എന്നും ജോസ് തോമസ് പ്രൈം ഡിബേറ്റിൽ വെളിപ്പെടുത്തി. ജഗദീഷ് പിന്നീട് നിലപാട് മാറ്റിയെന്നും ജോസ് തോമസ് പറഞ്ഞു. അമ്മയിലെ ചിലരുടെ എതിർപ്പാണ് സംയുക്തമായ മാധ്യമങ്ങളെ കാണുന്നതിന് തടസ്സമായതെന്ന് ഫെഫ്ക ഇന്നലെ പറഞ്ഞിരുന്നു. ഇതേക്കുറിച്ചുള്ള ന്യൂസ് 18 ചർച്ചയ്ക്കിടെയാണ് ജോസ് തോമസ് നടന്റെ പേര് വെളിപ്പെടുത്തിയത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ മമ്മൂട്ടിയും മോഹൻലാലുമായി സംസാരിച്ചു, നമുക്കൊരു വാർത്താ സമ്മേളനം നടത്താം. ഇത്രയേ ഉള്ളൂ. ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അന്ന് ഒരു നടൻ അതിലിടപെട്ടിട്ട് പറഞ്ഞു, പത്രസമ്മേളനം നടത്തരുത്, മാധ്യമങ്ങളെ കാണരുത്, നമ്മൾ എന്തിനിപ്പോൾ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രധാന നടന്മാർ അതിനെ സമ്മതിച്ചു കൊടുത്തു. ഇതാണ് അന്ന് വാർത്താ സമ്മേളനം നടക്കാതെ പോയി. പിന്നെ അങ്ങനെ ഇടപെട്ട ആൾ ആരാണ്? അമ്മയിലെ ഒരു പ്രധാനിയാണോ അത്? ജഗദീഷാണ് പറഞ്ഞത്. എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. ജഗദീഷാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യരുത്. താങ്കൾ ഗുരുതരമായ ഒരു കാര്യമാണ് പറയുന്നത്. ജഗദീഷ് ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തരുത് എന്ന് പറഞ്ഞതുകൊണ്ട് മമ്മൂട്ടിയും മോഹൻലാലും അത് വേണ്ട എന്ന് വെച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? ഞാനല്ല, ഇത് ഉണ്ണികൃഷ്ണൻ ഞാനുമായി സംസാരിച്ചപ്പോൾ വന്നതാണ്. ഇത് ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നത്, ഞങ്ങൾ പത്രസമ്മേളനം നടത്താൻ ഫെഫ്ക നടത്താൻ താമസിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ
കമ്മിറ്റി വിശദമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ട്, കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ കൂടി ഇത്തരം ചോദ്യങ്ങൾ മുഴുവൻ കൊടുത്ത് അവരിൽ നിന്ന് ഉത്തരം തേടി 3 ദിവസം എല്ലാ പ്രധാനപ്പെട്ട അംഗങ്ങളുമായി നിരന്തരമായി ചർച്ച നടത്തിയിട്ടാണ് ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അപ്പോ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 26 പ്ലാൻ ഓഫ് ആക്ഷൻ ഇത് നടത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു, ICC ഉണ്ടാക്കേണ്ടത് നിർമ്മാതാവാണ്. ശ്രീ ജോസ് തോമസ്, അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. കാരണം ഈ ജഗദീഷിന്റെ കാര്യം താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്. ജഗദീഷാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയണം എന്ന്. അത് താങ്കൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ച രീതി താങ്കൾ ശ്രദ്ധിച്ചിരുന്നതാണല്ലോ, ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോൾ ഇതേ ജഗദീഷ് തന്നെ ആദ്യം ഇങ്ങനെ തടസ്സവാദം ഉന്നയിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? തടസ്സവാദം ഉന്നയിച്ചു എന്ന് ഡി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്. മാത്രവുമല്ല മമ്മൂട്ടി മോഹൻലാലിന്റെയും ഒക്കെ പ്രസൻസിലാണ് ഇത് പറഞ്ഞത് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഇത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ജഗദീഷ് ഒരു ഹീറോയായി മാറുകയായിരുന്നു. കാരണം അമ്മയിൽ കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തയാളെന്ന രീതിയിലാണ് ജഗദീഷിനെ പിന്നീട് കാണാനായത്. ശ്രീ ജോസ് തോമസ്, അതിന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്സ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് ജഗദീഷ് ഹീറോയായി. അതൊക്കെ ജഗദീഷ് എന്റെ അടുത്ത സുഹൃത്താണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് മാറ്റി പറഞ്ഞത്? ചിലപ്പോൾ പിന്നീട് തീരുമാനങ്ങൾ മാറ്റി കാണാം, അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടായി കാണാം. ഞാൻ അങ്ങനെ വിചാരിക്കാം. എന്തായിരുന്നു അന്നത്തെ തടസ്സം? മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാധ്യമങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും, അതുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നായിരുന്നു തടസ്സം. ജഗദീഷ് അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കപ്പെട്ടു എന്നേ ഉള്ളൂ. അതെന്താണ് അതിന്റെ കാരണമെന്ന്, അതിന്റെ റീസൺ കൃത്യമായി അറിയില്ല. മാക്ടയ്ക്കെതിരെ പരാതിയുമായി സംവിധായകൻ അമ്പിളി. മാക്ട 30ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് ചിത്രം വരച്ചതിന് മർദ്ദിച്ചെന്നാണ് പരാതി. സംവിധായകൻ GS വിജയന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. മർദ്ദനത്തിന് പിന്നിലെ സ്ക്രിപ്റ്റ് ഭാഗ്യലക്ഷ്മിയുടേതും ശ്രീമൂലനഗരം മോഹനന്റേതുമാണെന്ന് അമ്പിളി പറഞ്ഞു. പെട്ടെന്ന് ഈ GS വിജയനും ഒരു സംഘവും വന്നിട്ട് എന്നെ പിടിച്ച് തള്ളിയിട്ട് പെട്ടെന്ന് എൻ്റെ കുടുംബത്തിന്, എൻ്റെ അച്ഛനമ്മമാർ ഒരു 5 തലമുറയ്ക്കുള്ള എന്താ പറയുക തെറി വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ തന്തയ്ക്ക് നടക്കാത്തത് ഇവിടെ ചെയ്യരുത്, എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് വന്നതാണ് മേക്കടെ, ഞാൻ വലിയ കയറി വന്ന ആളല്ല, ഞാൻ വന്നു വരയ്ക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ല ഇതും ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകി ഞാൻ വരച്ചു. നിങ്ങൾ ഒരു സബ്ജക്റ്റും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ കാക്കയും പൂച്ചും പൂമാറ്റം വരയ്ക്കുമെന്ന ഒരാളല്ല. ഇപ്പോഴത്തെ സിനിമാ പ്രശ്നങ്ങൾ ഞാൻ ഇതിവൃത്തിയാക്കി വരച്ചു. ഇതാണ് ഉണ്ടായത്. അതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റോട്ടിൽ നിന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഈ GS വിജയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പെയിൻറ്റിങ്ങും ഈ പറയുന്ന ഈസിലും എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ചവിട്ടി ഇതായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ തമ്പി സാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആദരവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തമ്പി സാറിന് കൊടുക്കാൻ വേണ്ടി ഞാനും 3-4 ദിവസം കുത്തിരുന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തമ്പി സാറിന് ഒരുപാട് സ്നേഹത്തോടെ അമ്പിളി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ച ഒരു ചില്ലിട്ട ഒരു പടം ഉണ്ടായിരുന്നു, വലിയ സീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ കാറിൽ തിരിച്ചു കയറുമ്പോൾ, കാറിൽ ഞാൻ തിരിച്ചു കയറുന്ന സമയത്തും ഇവർ അവിടെ വന്നിട്ട് മുടക്കുണ്ടാക്കണം. എന്നെ ഒരു തരത്തിലും അവർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, ടൗണുകളുടെ പുറത്തടക്കം. അപ്പം ഞാൻ തിരിച്ചു മോഹനെ വിളിച്ചു. മോഹൻ അങ്ങനെ ചെറിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. മോഹൻ പറഞ്ഞു മീറ്റിങ്ങിലാണ്, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭാഗ്യലക്ഷ്മിയെ വിളിച്ചു പറഞ്ഞു, നമ്മളായിട്ട് എവിടെ നിൽക്കണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ടൗണുകളുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ 5 മിനിറ്റ് എത്താൻ പറഞ്ഞു. 5 മിനിറ്റ് പോയി ഒരു 1/4 മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ടും ഇവരാരും വന്നില്ല. എനിക്ക് പിന്നെ കാത്തു നിൽക്കാൻ പറ്റിയ സമയത്തല്ല. കാരണം ഞാനവിടെ നിൽക്കുമ്പോഴൊക്കെ ഇവർ എൻ്റെ അടുത്ത് തർക്കിച്ചും എന്നെ തള്ളിയും എന്നെ ദേവോപദ്രവം ഏൽപ്പിച്ചുകൊണ്ട് നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ചക്രമുടി കൈയേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. റവന്യൂ മന്ത്രിക്ക് നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെ കൈയേറ്റ ഭൂമിയുടെ അതിർത്തി ഉദ്യോഗസ്ഥർ നിർണയിച്ചു നൽകി. വിവാദ ഭൂമി മുൻപ് കൈവശം വെച്ചിരുന്ന തമിഴ്നാട് സ്വദേശി മൈജോ ജോസഫാണ് അപേക്ഷ നൽകിയത്. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ഉടുമ്പൻചോല തഹസിൽദാർക്ക് നിർദ്ദേശം നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ LR മനോജാണ്. സ്ഥലം തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി നൽകിയത് താലൂക്ക് സർവേയർ ബിവിൻ രാജാണ്. 354.900 ഹെക്ടർ വരുന്ന പാറ പുറമ്പോക്ക് ഭൂമിക്ക് മറ്റൊരു സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെടുത്തി വ്യാജരേഖ ചമച്ചു നൽകി. IG K സേതുരാമൻ അധ്യക്ഷനായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ.
ജമ്മു കശ്മീരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. 3 ഭീകരരെ സൈന്യം വധിച്ചു. ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. ജമ്മു കശ്മീർ പോലീസും സൈന്യവും സംയുക്തമായാണ് തെരച്ചിലിന് എത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തെരച്ചിൽ. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ വനമേഖലയിലെ ഒരു ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജെഎം സംഘടനയുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യം വധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. ഇന്നലെ വൈകിട്ട് 3:30ഓടെയായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നത്. ഭീകരരുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ തെരച്ചിലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകരർ. അങ്ങനെയാണ് 3 സൈനികർക്ക് വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 ഭീകരരെ സൈന്യം വധിച്ചിട്ടുമുണ്ട്. ഇന്നലെ തന്നെ വെടിവെപ്പിൽ 4 ജവാന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിൽ 3 ജവാന്മാരും ഇപ്പോൾ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 ഭീകരരെ വധിച്ചിട്ടുമുണ്ട്. ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യം, ഇന്ന് ജമ്മു കാശ്മീരിലടക്കം ഇലക്ഷൻ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെഗാ റാലി അഭിസംബോധന ചെയ്ത് ഇന്ന് ജമ്മു കാശ്മീർ ദോഡ ജില്ലയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ജമ്മു കാശ്മീരിൽ ഇത്തരമൊരു വെടിവെപ്പ് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറച്ചുകൂടി രാഷ്ട്രീയമായി കാണുകയാണ് കോൺഗ്രസ്. BJP സർക്കാരിന് അധികാരത്തിലെത്തിയിട്ട് ഭീകരരെ വധിക്കുന്നതിൽ അല്ലെങ്കിൽ അക്രമത്തെ തടയുന്നതിൽ BJP സർക്കാരിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള ഒരു 2-3 മാസത്തെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തുടർച്ചയായി ഭീകരരുടെ ആക്രമണം നേരിടുന്നുണ്ട്. ജവാന്മാർ വീരമൃത്യു വരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഭീകരരെ വധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന്റെ താഴ്വാര മേഖലയിൽ നിരന്തരം ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചുകൂടി രാഷ്ട്രീയമായി കാണുകയാണ് കോൺഗ്രസ്. എന്തായാലും 3 ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. 2 ഭീകരരെ വധിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ആര്യ, ശരി. ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിൽ ജനാധിപത്യം ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷിതമായ സംസ്ഥാനം ഉറപ്പു നൽകുന്നുവെന്ന് മോദി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമ്മു കശ്മീരിൽ മെഗാ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോദി. നാഷണൽ കോൺഫറൻസിനും PDPക്കും കോൺഗ്രസിനുമെതിരെ മോദി രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. स्वागत है हमारे देश के सर्वश्रेष्ठ प्रधानमंत्री, जिनका डंका न सिर्फ देश में बल्कि विदेश में ही बजता है, ऐसे लोकप्रिय नेता हमारे माननीय नरेंद्र मोदी जी का इस चंद्रभागा क्षेत्र में. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കിനും ഇടയാക്കി. സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 2 ദിവസം കൂടി മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ താജ്മഹലിന്റെ മിനാരത്തിൽ ചോർച്ചയുണ്ടായതായും കണ്ടെത്തി. കൊൽക്കത്ത യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ സമരം ശക്തമാകവെ BJPക്കെതിരെ ജൂനിയർ ഡോക്ടർമാർ. സമരത്തെ BJP രാഷ്ട്രീയ ആയുധമാക്കിയെന്നാണ് ആരോപണം. ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിന് പിന്തുണ അറിയിക്കാൻ എത്തിയ BJP MLA അഗ്നിമിത്ര പോളിന് നേരെ പ്രതിഷേധക്കാർ ഗോ ബാക്ക് മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ ഇതിന് പിന്നിൽ ഡോക്ടർമാർ അല്ലെന്ന് വ്യക്തമാക്കി പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ അപലപിക്കുന്നുവെന്ന് ജൂനിയർ ഡോക്ടർമാർ വ്യക്തമാക്കി. കൂടുതൽ ഓണവിശേഷങ്ങളിലേക്ക്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്രാട ദിനത്തിലെ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ശിവേലിക്ക് ശേഷം കൊടിമര ചുവട്ടിലാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത്. ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, വിശിഷ്ട വ്യക്തികളും കാഴ്ചക്കുല സമർപ്പിച്ചു. കാഴ്ചക്കുല സമർപ്പണം എന്നത് ഓരോ ഭക്തന്റെയും ആത്മസമർപ്പണം കൂടിയാണ്. ആചാരത്തനിമയിൽ ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. കോട്ടയം വയസ്കര രാജ്ഭവനിലെ സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഉത്രാടക്കിഴി കൈമാറിയത്. വയസ്കര രാജ്ഭവനിലെത്തി ജില്ലാ കളക്ടർ ജോൺ വി സാമുവലാണ് ഉത്രാടക്കിഴി നൽകിയത്.
രാജഭരണ കാലത്തിന്റെ ഒരു തുടർച്ച ഒക്കെ ഓർമ്മിപ്പിക്കുന്ന നിലയിലാണ് ഈ ഉത്രാടക്കിഴി സമർപ്പണം നടക്കുന്നത്. അതായത് രാജകുടുംബാംഗങ്ങൾക്ക് രാജാവ് ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി കിഴി നൽകിയിരുന്നു. ഇത് ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ഇത് ഏറ്റെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും ആ കിഴി വിതരണം തുടരുന്നത്. വളരെ ചെറിയ തുകയായിരുന്നു, ഏതാണ്ട് 10-14 രൂപ മാത്രമായിരുന്നു നേരത്തെ കിഴി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്താണ് ഇതൊരു 1001 രൂപയാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിപ്പോഴും തുടരുകയാണ്. സാധാരണഗതിയിൽ മന്ത്രിമാരാണ് നൽകാറുള്ളത്. മന്ത്രി VN വാസവൻ ഡൽഹിയിലായതിനാൽ ഇത്തവണ ജില്ലാ കളക്ടർ ജോൺ V സാമുവലാണ് ഈ ഒരു കിഴി സമർപ്പിച്ചത്. എന്തായാലും വയസ്കര കുന്നിലെ രാജ്ഭവനിലെ സൗമ്യവതി തമ്പുരാട്ടിയാണ് കൊച്ചി രാജകുടുംബാംഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത്, മുതിർന്ന അംഗമായിട്ടുള്ളത്. സൗമ്യവതി തമ്പുരാട്ടിക്കാണ് ഇത്തവണ കിഴി സമർപ്പിച്ചത്. വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഓണാശംസകൾ. എനിക്ക് ഈ ഒരു ദിവസം ഉത്രാടം എന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും കാണുക, നിങ്ങളുടെ എല്ലാവരുടെയും സംസാരം കേൾക്കുക, ഒരു നാക്കിലൊരു തഴി മധുരം എൻ്റെ കുട്ടികൾ തരിക, അതൊക്കെ വളരെ സന്തോഷമാണ്. ഇതിലും വലിയ സന്തോഷം എനിക്കില്ലാന്ന് പറയാം. അത്രയ്ക്ക് സന്തോഷം എൻ്റെ മനസ്സിൽ. എന്തായാലും വലിയ സന്തോഷമാണ് ഇപ്പോഴും ഇത് തുടരുന്നതിലും ഈ ഒരു ആഘോഷത്തിലുമെല്ലാം അവർ മാധ്യമങ്ങളോടടക്കം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു പാരമ്പര്യത്തിന്റെ ഓർമ്മയിൽ ഉത്രാട ദിവസം വർഷങ്ങളായി നൽകി വരുന്നതാണ് ഉത്രാടക്കിഴി. ആ ഒരു ഉത്രാടക്കിഴി സമർപ്പണമാണ് ഇപ്പോഴും ഒരു ആചാരത്തിന്റെ പേരിൽ അത് തുടരുന്നത്. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഉപ്പേരിയും ശർക്കര വരട്ടിയും ഇല്ലാതെ മലയാളിക്ക് എന്തോണം? വെറൈറ്റി വിഭവങ്ങളുമായി ഇത്തവണയും വിപണി സജീവമാണ്. വ്യത്യസ്ത രുചികൾ കണ്ടറിഞ്ഞു വരാം. ഓണാണെങ്കിൽ പിന്നെ ഉപ്പേരിയില്ലാതെ ഒരു കാര്യമില്ല. ഇപ്പോ ആലപ്പുഴയിലുള്ള ചിപ്സ് വിപണിയാണ്. പല തരത്തിലുള്ള ഐറ്റംസ് ആണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഈ സ്ട്രീറ്റ് മുഴുവൻ അത്തരത്തില് നമ്മൾ കാണാം. മൊത്തത്തില് ചിപ്സ് വിപണിയാണ്. അവര് വലിയ വാശിയോടുകൂടി സഞ്ചാരികളായിട്ട് എത്തുന്ന ആളുകളൊക്കെ ചിപ്സ് വിൽപ്പനയ്ക്കായിട്ട് അകത്തേക്ക് വിളിച്ച് കയറ്റുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും നല്ല തിരക്കുണ്ട് ഇവിടെ. ഒപ്പം തന്നെ ഇത്തവണ എങ്ങനെയുണ്ട് ചിപ്സ് വിൽപ്പന? ചിപ്സ് ഓണത്തിന് എല്ലാ വർഷവും ചിപ്സ് നല്ല രീതിയിൽ ചിപ്സ് പോകുന്നതാണ്. നല്ല ക്വാളിറ്റി ചിപ്സാണ് കൊടുക്കുന്നത്. ഓണത്തിന് ആളുകളെല്ലാം തന്നെ ചിപ്സ് വാങ്ങിക്കും. ചിപ്സ് ചക്കരവടി എല്ലാ ഐറ്റവും വാങ്ങും. ഇവിടെ തന്നെ നിങ്ങൾ വറുത്തെടുക്കുവാണല്ലേ? എല്ലാം നമ്മുടെ സ്വന്തമായി മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളാണ് കൊടുക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് കൊടുക്കുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഇത്തവണ? 4 ഐറ്റം ഉണ്ട് ഇവിടെ. ഒന്ന് കാണിച്ചു തരുമോ? എന്തൊക്കെയാ ഇത് പറയുന്നത്? 4 ഐറ്റം ചിപ്സ് ഉണ്ടെന്നാണ്. നമുക്ക് ചിപ്സ് ഒന്ന് കണ്ടിട്ട് വരാം. അതായത് പെപ്പർ ചിപ്സ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. നമ്മളെന്തായാലും ചേട്ടന്റെ ആ പെപ്പർ ചിപ്സ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വരാം. വെറൈറ്റി ചിപ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതിന് ആദ്യം ഒന്നും ഇല്ല, ഒന്ന് പരിചയപ്പെടുത്തുക. ഏതൊക്കെയാണ് സംഭവം? ഇത് മസാല ചിപ്സ് ആണ്. ഇത് കുരുമുളക് ചിപ്സ്, പെപ്പർ ചിപ്സ്, ഇത് സ്വീറ്റ് ചിപ്സ്, മധുരമുള്ള ചിപ്സ്. ഇത് ബനാന ജിഞ്ചർ എന്ന് പറഞ്ഞ ശർക്കര വെട്ടി, നമ്മുടെ നാടൻ ഉപ്പേരി എന്ന് പറയും. നമ്മുടെ നാടൻ ഉപ്പേരി, ബനാന ജിഞ്ചർ. എന്താണ് ബനാന ജിഞ്ചർ? ഹിന്ദിക്കാർ ബനാന ജിഞ്ചർ എന്ന് പറയുന്നത് തന്നെ. പിന്നെ എല്ലാം എടുക്കണ്ട. എന്തായാലും ചേട്ടൻ പറഞ്ഞത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്നറിയാമോ? ഈ 2 എണ്ണമാണ്. അതായത് മസാല ചിപ്സ്, ഇത് നമ്മൾ സാധാരണ വീട്ടില് ഓണസദ്യക്കൊന്നും ഉപ്പേരിയിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇത് ഇവരെന്താ വെച്ചാൽ നമ്മുടെ ചിപ്സിനകത്ത് കുരുമുളക് ഇട്ട് എടുത്തിരിക്കുകയാണ് അല്ലേ? കുരുമുളക് മാത്രമല്ല, വേറെ ഐറ്റം ഇല്ല. സീക്രട്ട് ആണോ? ടേസ്റ്റ് ആണ്. എന്ത് സീക്രട്ട് ആണോ ഐറ്റം? അപ്പൊ എന്തായാലും സീക്രട്ട് ഐറ്റം ഞാനൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ഇത് എന്താ പറയാ, കുർക്കുറെ ഒക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ്. അതല്ല, ഇതിനകത്തൊരു ബ്ലാക്ക് പൗഡർ എന്ന് പറഞ്ഞ ഉപ്പുണ്ട്, ബ്ലാക്ക് സാൾട്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പെപ്പർ മാത്രമല്ല, വേറെ എന്തോ ഒരു ബ്ലാക്ക് സാൾട്ട് ഉണ്ട്. ബ്ലാക്ക് സോൾട്ട് അല്ലേ? ഇതിനകത്ത് മസാലയുണ്ട്, ചാട്ട് മസാലയുണ്ട്, ചാട്ട് മസാല ഉണ്ട്, മുളക് പൊടി. പിന്നെ ഇത് ഐറ്റം ചെയ്യുന്നത് ശർക്കര വെട്ടി എന്ന് പറഞ്ഞാൽ മസാല ഐറ്റംസ് അല്ല, എല്ലാ ഈ ഐറ്റംസ് സ്പൈസസ് എല്ലാം ചേരുന്ന സാധനം ശർക്കര വെട്ടി എന്ന് പറഞ്ഞാൽ ഉപ്പേരി എല്ലാം. അപ്പൊ ഞാൻ ചോദിക്കുന്നതേ, ഇതിന്റെ മസാല നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇവിടെ? ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. മസാല ഉണ്ടല്ലേ? അതാണ് ഇവിടെ ചിപ്സ് മാത്രമല്ല, ഇതുണ്ടോ, ഇത് മസാല ചിപ്സ് എന്നാണ് ഇവർ പറഞ്ഞത്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ണിയപ്പം ഉണ്ട്. കോഴിക്കോടിന്റെ മാത്രമല്ല അലുവയുള്ളത്. ഇവിടത്തെ ഇഷ്ടം പോലെ പല വെറൈറ്റിയിലുള്ള അലുവയുണ്ട്. ചില്ലി അലുവ
ആണ്, ഗ്രീൻ ചില്ലി ഹൽവ. ഗ്രീൻ ചില്ലി ഹൽവ, പിസ്ത ഹൽവ ഉണ്ട്, പിന്നെ നമ്മുടെ മസ്കൂത്ത് ഹൽവ ഉണ്ട്, ഗോതമ്പിന്റെ ആട്ടയുടെ, പിന്നെ ഓറഞ്ച് ഹൽവ ഉണ്ട്, പിന്നെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ഉണ്ട്, പിന്നെ നമ്മുടെ ചക്ക ഹൽവ ഇല്ലേ. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, എല്ലാ തവണയും നമ്മൾ ഒന്ന് തിരിഞ്ഞു നിൽക്കും കാണട്ടെ, എല്ലാ തവണയും നമ്മൾ ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരാൻ ശ്രമിക്കില്ല നിങ്ങളുടെ വിപണിയിൽ. ഇത്തവണ നിങ്ങളുടെ വെറൈറ്റി ആയിട്ട് എന്താ? ഇത്തവണ വെറൈറ്റി ആയിട്ട് എന്തോ മലയാളി അല്ലാതെ നിങ്ങൾ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്താ? സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മള് പിന്നെ കേരള ചിപ്സ്, പിന്നെ ഉപ്പേരി, ചീട, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. അതെന്താ പറഞ്ഞ ചീട എന്ന് പറയുന്നത് ചാവൽക്ക പൗഡർ വിത്ത് കോക്കനട്ട് മിക്സ് ചെയ്ത ഡാൽ പൗഡറാണ് ചെയ്ത. ഓണത്തിന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചിപ്സും നമ്മുടെ ഉപ്പേരിയും തന്നെ. ഈ ഉപ്പേരിയും ഏറ്റവും കൂടുതൽ നമ്മുടെ പബ്ലിക് മേടിക്കുന്നത് ഉപ്പേരിയും ബനാന ചിപ്സും. പലഹാര വിപണിയിലെ കാഴ്ചകളാണ് ശരണ്യ പങ്കുവച്ചത്. ഓണക്കാലം മലയാള സിനിമയ്ക്ക് എപ്പോഴും വിരുന്നാണ്. 6 മലയാള സിനിമകളാണ് ഇത്തവണ ഓണം റിലീസിനായി എത്തിയത്. റിലീസായ ചിത്രങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സൂപ്പർ താര ചിത്രങ്ങൾ ഇല്ലാതെ യൂത്ത് സ്റ്റാറുകളുടെ ഓണമായി ഇത്തവണ മാറുകയാണ് മലയാള സിനിമ. ഓണം എപ്പോഴും മലയാളിക്ക് ആഘോഷമാണ്. തിയേറ്ററുകളിലേക്ക് ഓണം ആഘോഷിക്കാൻ മലയാളികൾ ഒത്തുകൂടാറുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആരോപണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന വേളയിലാണ് മലയാള സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 6 മലയാള ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ റിലീസിനെത്തിയത്. 30 കോടി രൂപയുടെ മുതൽ മുടക്കിൽ നവാഗതനായ ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ് നായകനാകുന്ന ചിത്രം അജയന്റെ 2ാം മോഷണം ഓഗസ്റ്റ് 12-ന് റിലീസ് ചെയ്തിരുന്നു. 3Dയിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് നായികമാർ. പ്രണയവും ആക്ഷനും ഫാന്റസിയും എല്ലാം നിറഞ്ഞ് ത്രില്ലർ വഴിയിൽ കഥ പറയുന്ന ചിത്രവും കൂടിയാണിത്. ടൊവിനോയുടെ 50ാം സിനിമയാണിതെന്ന പ്രത്യേകതയുമുണ്ട്. ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. ആന്റണി വർഗീസിനെ നായകനാക്കി നവാഗതനായ അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത സിനിമയാണ് കൊണ്ടൽ. കടൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രത്തിന്റെ ഹൈലൈറ്റ് 90% കടലിൽ വെച്ച് ചിത്രീകരിച്ച ആക്ഷൻ രംഗങ്ങളാണ്. ത്രസിപ്പിക്കുന്ന ആക്ഷൻ രംഗങ്ങളോടൊപ്പം പെപ്പയുടെ മാസ് ഇടിയും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിച്ച് കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം ആസിഫ് അലിയെ നായകനാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. ഫാമിലി ഇമോഷൻസിന് പ്രാധാന്യം നൽകുന്ന സസ്പെൻസ് മിസ്റ്ററി സിനിമയാണിത്. മികച്ച അനുഭവമാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, ഷീലു എബ്രഹാം എന്നിവരെ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഉമർ ലുലു ചിത്രമാണ് ബാഡ് ബോയ്സ്. കോമഡി ഫൺ എന്റർടൈനറായ ചിത്രം അബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു ആണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിൽ ബാബു ആന്റണി, ബിബിൻ ജോർജ്, അജു വർഗീസ്, മല്ലിക സുകുമാരൻ എന്നിവരും വേഷമിടുന്നു. റുഷിൻ ഷാജി കൈലാസിനെ നായകനാക്കി ഷെബി ചൌഗട്ട് സംവിധാനം ചെയ്യുന്ന ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പാണ് മറ്റൊരു ചിത്രം. സുകുമാരക്കുറുപ്പ് എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അബു സലീം അവതരിപ്പിക്കുന്നു. പ്രജീവം മൂവീസിന്റെ ബാനറിൽ പ്രജീവ് സത്യവ്രതനാണ് നിർമ്മാണം. സുധീഷ്, ജോണി ആന്റണി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അഭിലാഷ് രാഘവൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന പ്രതിഭ ട്യൂട്ടോറിയൽസ് എന്ന ചിത്രവും ഈ ഓണക്കാലത്ത് റിലീസിനെത്തി. ഓണക്കാലം തിയേറ്ററുകളിൽ ആഘോഷിക്കാറുള്ള മലയാളികൾക്ക് ഇത്തവണ വലിയ വിരുന്നാണ് സിനിമാ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷാരംഭം സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മലയാള സിനിമയ്ക്ക് പിന്നീട് സ്ഥിതിഗതികൾ മാറുകയായിരുന്നു. ഓണക്കാലത്തിലൂടെ ആ സുവർണ കാലഘട്ടം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് താരങ്ങളും നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. സംഗീത അധ്യാപികയായ ദീപ്തി രാജേഷിന്റെ പുതിയ ഓണപ്പാട്ട് പുറത്തിറങ്ങി. തിരുവോണപ്പുലരി എന്ന ഗാനത്തിന് സമൂഹ മാധ്യമങ്ങളിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മനസ്സിൻ പൂവാടികയിൽ മധുപങ്ങൾ മൂളുമ്പോൾ പുതിയ ഒരു ഓണപ്പാട്ടിന്റെ മധുരം പെയ്തിറങ്ങി. മനസ്സിൻ പൂവാടികയിൽ മധുപങ്ങൾ മൂളുമ്പോൾ പുതിയ ഓണപ്പാട്ടിൻ മധുരം പെയ്തല്ലോ. സംഗീതാധ്യാപികയായ ദീപ്തി രാജേഷ് ആലപിച്ച അത്തം പത്തോണം കൈനിറയെ പൂവേണം എന്ന് തുടങ്ങുന്ന ഗാനം ശ്രദ്ധേയമാവുകയാണ്. മധുപങ്ങൾ മൂളുമ്പോൾ പുതിയ ഓണപ്പാട്ടിൻ മധുരം പെയ്തല്ലോ. പുതിയാങ്കകം മുരളിയുടേതാണ് വരികൾ. രാഹുൽ വേദയാണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ് ആനന്ദ്. നാടാകെ ഒരു വീടായി തിരുവോണമുണ്ണുമ്പോൾ ബാല്യം തിരിച്ചുപിടിക്കാൻ വെമ്പുന്ന മലയാളിയെ അടയാളപ്പെടുത്തുകയാണ് ഗാനം. മനമുരളിയിലാർക്കും സംഗീതം അലതല്ലും പൊന്നോണപ്പുലരി കുളിരിൽ പുളകം പടരുകയായി.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓണത്തോടനുബന്ധിച്ച് ഹൈക്കോടതിയിലെ അഭിഭാഷക ക്ലർക്കുമാരും കുടുംബവും ചേർന്നൊരുക്കിയ ആൽബം ശ്രദ്ധേയമാവുകയാണ്. കാവൽ എന്ന് പേരിട്ടിരിക്കുന്ന ആൽബം ഇന്ത്യൻ ഭടന്മാർക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത്. അനിൽ ഭാസ്കർ രചനയും സംവിധാനവും നിർവഹിച്ച ആൽബത്തിന്റെ സംഗീതം ലാൽ പള്ളുരുത്തിയാണ്. അനുപമ ശമലും സംഘവുമാണ് ആലാപനം. ക്യാമറ രാജേഷ് ഗോപാലൻ. പുലരിച്ചിരിക്കുന്നു, പൂങ്കിളികൾ ചിലയ്ക്കുന്നു, പൂവിളിയുണരുന്നു, പൊന്നിൻ ചിങ്ങം വരവായി, പൊന്നിൻ ചിങ്ങം വരവായി. പുലരിച്ചിരിക്കുന്നു, പൂങ്കിളികൾ ചിലയ്ക്കുന്നു, പൂവിളിയുണരുന്നു, പൊന്നിൻ ചിങ്ങം വരവായി, പൊന്നിൻ ചിങ്ങം വരവായി. പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ. ഓണത്തോടനുബന്ധിച്ച് ഹൃദയ പ്രൊഡക്ഷൻസ് അണിയിച്ചൊരുക്കുന്ന സംഗീത ആൽബം പുറത്തിറക്കി. സിതാര കൃഷ്ണകുമാറും HL ഹണിയും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അനിൽ ജി ചെറുകടവിന്റെ വരികൾക്ക് ഓർക്കസ്ട്രേഷൻ ബാബു ജോസ് നിർവഹിച്ചിരിക്കുന്നു. കിരണിന്റെ രചനയിൽ ശരത് രാജ്, ഡോക്ടർ ബി രജീന്ദ്രൻ എന്നിവർ ചേർന്നാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കാവളം കിഴകൾ ചേക്കേറും പൂമരത്തിന്റെ പൂഞ്ചില്ല, ഓണവില്ലിനൊരു ശ്യാമവർണ്ണമയ ചേലൊരുക്കുന്നിതാ. കാലാവസ്ഥാ വെല്ലുവിളികളോട് പൊരുതി ചൊരിമണലിൽ പൊന്നു വിളയിക്കുന്നവരാണ് ആലപ്പുഴ തിരുവിഴയിലെ കർഷകർ. ഇത്തവണ ഓണത്തിനായി കണ്ണെത്താ ദൂരത്തോളം പൂപ്പാടങ്ങൾ ഒരുക്കി കാഴ്ചയുടെ വിസ്മയം തന്നെ അവർ തീർത്തിരിക്കുകയാണ്. ഫ്ലവർ ഷോയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്കായി കൈമാറാനാണ് കർഷകനായ ജ്യോതിസിന്റെയും സംഘത്തിന്റെയും തീരുമാനം. ആലപ്പുഴയിൽ നിന്നുള്ള മനോഹര കാഴ്ചകളിലേക്ക്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഓണം കടന്നു വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഓരോ ദുഃഖത്തെയും അതിജീവിച്ച് മുന്നേറാൻ വേണ്ടി മലയാളി മനസ്സുകൊണ്ട് കരുത്തരായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും മനോഹരമായ കാഴ്ചകളൊക്കെ ഒരുക്കി ഇത്തവണയും പൂക്കളും പൂവിളികളുമൊക്കെയായി ഓണക്കാലം വീണ്ടും അതിജീവനത്തിന്റെ കൂടി കാലമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവിഴയിലെ പാടശേഖരത്തിലാണ്. ഇവിടെ ഒരു കൂട്ടം കർഷകർ ചേർന്നുകൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി പൂക്കൾ ഒരുക്കിയിരിക്കുകയാണ്. ഫ്ലവർ ഷോ ഒക്കെ ഒരുക്കിയാണ് അവർ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പണം സമാഹരിക്കുന്നത്. നമ്മളോടൊപ്പം കർഷകരായ ജ്യോതിസും അനിൽലാലുമുണ്ട്. അവരോട് തന്നെ നമുക്ക് ഈ കണ്ണെത്താ ദൂരത്തുള്ള ഈ പൂപ്പാടം അത് കാഴ്ചയിൽ തന്നെ മനസ്സിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. ദുഃഖകരമായ ഓരോ കാര്യങ്ങളെയും കണ്ട മലയാളിക്ക് കണ്ണിന് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ മനസ്സിനൊക്കെ പ്രതീക്ഷ നൽകുന്ന ഓണക്കാഴ്ചകൾ കൂടിയാണ് ഈ കണ്ണെത്താ ദൂരത്തുള്ള പാടശേഖരവും. എന്തായാലും നിങ്ങൾ സാധാരണ ഒരു കൃഷി എന്നതിനപ്പുറത്തേക്ക് വയനാട്ടിലെ മനുഷ്യരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കൃഷിയാണല്ലേ? അതെ, ഇത്തവണ നമ്മളെല്ലാവരും ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് വയനാട് ദുരന്തം. ഞങ്ങളെ സംബന്ധിച്ച് ഓണമെന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ച് വിളവെടുപ്പിന്റെ കാലമാണ്. അത് പൂവായാലും പച്ചക്കറിയായാലും എല്ലാം. അപ്പോഴാണ് ഈ ദുരന്തം വന്ന് ഒരു ജനതയെ നമ്മളെക്കാൾ വലിയ ദുഃഖത്തിലാഴ്ത്തിയപ്പോൾ നമ്മളെ കൊണ്ട് കർഷകരെന്ന രൂപത്തിൽ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിലാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ. ഈ എല്ലാ വർഷവും ഞങ്ങൾ ഫ്ലവർ ഷോ നടത്താറുണ്ട്. ആ ഫ്ലവർ ഷോയിൽ നിന്ന് കിട്ടുന്ന പൈസ ഇത്തവണ വയനാട് ദുരന്തത്തിന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്ര രൂപ കിട്ടിയാലും ആ തുക മൊത്തവും ഞങ്ങൾ വയനാട് ദുരന്തം. ഞങ്ങളെ സംബന്ധിച്ച് ദുഃഖം അത് തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം.
നമ്മൾക്ക് എന്തോ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരുപാട് പ്രളയത്തെ അതിജീവിച്ചു അങ്ങനെയൊക്കെ, പക്ഷേ വയനാട് ഒരു വലിയ ഒരു സംഭവമായി തന്നെ, വലിയൊരു മുറിവായി തന്നെ നിൽക്കുമ്പോഴും അതിജീവനത്തിന്റെ പാതയിലാണല്ലേ എല്ലാവരും. അതെ അതെ, നമ്മൾ ഒരിക്കലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രം നിൽക്കുന്നവരല്ല. അപ്പോൾ അതിനെ മുന്നിട്ടിറങ്ങാനായിട്ട് അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി നമ്മൾ ശക്തമായ പ്രതിരോധത്തെ ഊന്നിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കൈത്താങ്ങാകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഇത് എന്തുമാത്രമുണ്ട് ഈ പാടശേഖരം? എത്ര തൈകൾ നിങ്ങൾ നട്ടിട്ടുണ്ട്? ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇത് ഇപ്പൊ നമ്മളിവിടെ 20,000 ചോട് ബന്ദി 3 കളറിൽ വെച്ചിട്ടുണ്ട്, വാടാമുല്ല വെച്ചിട്ടുണ്ട്, തുമ്പ വെച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പച്ചക്കറികൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓണം കണക്കാക്കി നമ്മൾ വെച്ചതാണ്. ഈ ദുരന്തം വരുമെന്നുള്ള സാധനത്തിലൊന്നുമല്ല, ഇതെല്ലാം ഓണം കളറാക്കുക എന്ന ലക്ഷ്യത്തിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ഇവിടുത്തെ വളരെ പ്രശസ്തമായ തിരുവിഴ ദേവസ്വത്തിന്റെ ഭൂമിയാണ്. 15 ഏക്കറുണ്ട്, വേറൊരു 4.5 ഏക്കറുണ്ട്. അങ്ങനെ 19.5 ഏക്കർ സ്ഥലമുള്ള ഒരു ഒറ്റ ഈ കൃഷിക്കൂട്ടം കൃഷിയിൽ ഏറ്റവും വലിയ ഒരു കൃഷിക്കൂട്ടത്തിന്റെ കൃഷിയിടമാണിത്. ശരണ്യ സ്നേഹജന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,865 രൂപ, പവന് 54,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,690 രൂപ, പവന് 45,520 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ, കിലോഗ്രാമിന് 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. എല്ലാ ഓണ ദിവസം ഞാൻ പുതിയ മുണ്ടും പുതിയ ഷർട്ടും